കാര്യങ്ങളാണ് സങ്കീർത്തകൻ നമ്മളെ പഠിപ്പിക്കുക. എനിക്ക് സഹായം തരുന്ന കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. വേണ്ടേ? വേണ്ടേ? വേണം. എന്നെ കാണുന്ന കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കണ്ടേ? വേണ്ടേ? അപ്പോൾ എനിക്ക് രണ്ട് ബോധ്യങ്ങൾ ഉണ്ടാവണം. ഞാൻ വിളിച്ചപേക്ഷിക്കാൻ തമ്പുരാന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോ എനിക്ക് സഹായമായ എന്റെ കർത്താവിനെയാണ് ഞാൻ വിളിച്ചപേക്ഷിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്നെ കാണുന്ന കർത്താവിനെയാണ് ഞാൻ വിളിച്ചപേക്ഷിക്കാൻ പോകുന്നത്. സങ്കീർത്തന പുസ്തകം 54 അധ്യായത്തിൽ ദാവീദ് അത് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ദൈവം എനിക്ക് സഹായം. എന്താണ്? ദൈവം എനിക്ക് സഹായം. വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും സഹായിച്ചോ എന്തേലും ആകുവോ? എവിടെയാലും എത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ദൈവം എനിക്ക് സഹായം എന്ന് പറഞ്ഞേ. ദൈവം എനിക്ക് സഹായം. ഈ സങ്കീർത്തകൻ ഈ 54 സങ്കീർത്തനം ഏറ്റു പറയുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ, ദാവീദ് സിഫ്യരുടെ ദേശത്ത് ഒളിച്ചിരിക്കുന്നെന്ന് സിഫ്യർ ചെന്ന് സാവൂളിനെ അറിയിക്കുമ്പോ വലിയൊരു കെണിപ്പെടുത്തിയിരിക്കുകയാണ്. കെണിയാണ്, ചതിച്ചിരിക്കുകയാണ്. ഒറ്റിക്കൊടുക്കപ്പെട്ട സമയത്താണ് ദാവീദ് എന്ത് പറഞ്ഞത്? ദൈവം എനിക്ക് സഹായം. ദൈവം എനിക്ക് എന്താന്ന് പറഞ്ഞേ? സഹായം. ഉറക്കെ പറ, ദൈവം എനിക്ക് സഹായം. വേറെ എവിടെ നിന്നെങ്കിലും വരാനുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ഇരുന്ന് വിളിച്ചപേക്ഷിക്കുമ്പോ നിങ്ങൾ എന്ത് ചിന്തിച്ചോണം? എന്റെ ദൈവം എനിക്ക് സഹായം. രണ്ടാമത്തെ കാര്യം, 139 സങ്കീർത്തനത്തിൽ ആദ്യ വചനത്തിൽ അതിന്റെ ഹെഡിങ്ങിൽ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം കാണുന്ന ദൈവം എന്ന് പറഞ്ഞേ. എല്ലാം കാണുന്ന ദൈവം. ഗൂഗിൾ കേട്ടിട്ടുണ്ടോ? ഗൂഗിൾ എന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ? അറിയാം. എന്തിനാ അത് ഉപയോഗിക്കുന്നത്? സെർച്ച് ചെയ്യാൻ. അപ്പോ നിങ്ങളൊരു കാര്യം, നിങ്ങൾക്ക് വേണ്ട കാര്യം സെർച്ച് ചെയ്താൽ കിട്ടുമോ ഇല്ലയോ? കിട്ടും. അപ്പോൾ എന്നെ സെർച്ച് ചെയ്യുന്ന ആൾ ആരാ? എന്നെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ആരുടെ കയ്യിലുണ്ട്? അപ്പോൾ പിന്നെ എന്നെ ഗൂഗിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആൾ ആരാ? എന്റെ കർത്താവാ. അതാ 139 സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരിക്കുന്നേ, എല്ലാം കാണുന്ന ദൈവം. സെർച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നെ കുറിച്ച് മൊത്തം അറിയാം. ഒരു കമ്പനിയെ കുറിച്ച് അടിച്ചു കൊടുത്താൽ അത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്, എവിടെ ഇരിക്കുന്നത്, എന്റെ ആൾക്കാരാരാ, കോണ്ടാക്ട് നമ്പർ ഉൾപ്പെടെ റൂട്ട് മാപ്പ് സഹിതം ഉണ്ടോ? അതുപോലെ എന്നെ കുറിച്ച് അറിയാവുന്ന ആർക്കാ? എന്റെ കർത്താവിന്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോ രണ്ടാമത്തെ കാര്യം എന്ത് മനസ്സിൽ വെക്കണം? എന്നെ കാണുന്ന ദൈവം, എന്നെ അറിയുന്ന ദൈവം. ഭർത്താവിനേക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും എന്നെ കാണുന്ന ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ഇരിക്കുകയാണ്. എനിക്ക് സഹായമായ കർത്താവിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. സങ്കീർത്തകൻ പറഞ്ഞു, കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഗൂഗിള് ചെയ്ത് നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. അപ്പൊ നിങ്ങളിപ്പോ എവിടെ ഇരിക്കുന്നു? കർത്താവിന്റെ സന്നിധിയിൽ. ഉറപ്പാണല്ലോ, എല്ലാവർക്കും ഉറപ്പാണ്. ദേവാലയത്തിന് പുറത്തിരിക്കുന്നതിനും കർത്താവിന്റെ സന്നിധിയിൽ തന്നെയല്ലേ? ആണോ? ആണ്. ഇനി എഴുന്നേൽക്കുന്നത് എവിടെയാണ്? ഇവിടെ എഴുന്നേക്കാൻ പറയാം. അപ്പൊ നിങ്ങൾ എഴുന്നേക്കുന്ന ആരുടെ മുമ്പിലാ? കർത്താവിന്റെ മുമ്പിൽ. മറന്നേക്കരുത്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ ഇരുന്ന് പല സ്ഥലങ്ങളിലൂടെ പോയാലും ആരും മനസ്സിലാക്കൂ അത്? കർത്താവ് ഇവിടെ എന്തിനാ വന്നത്? ഇവിടെ എന്തിനാ വന്നേ? പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ആണല്ലോ. ഇവിടെ വന്നിരുന്നിട്ട് പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ആരറിയും? കർത്താവ് അറിയും. അപ്പൊ ഇരിക്കുന്ന ആരുടെ മുമ്പിൽ? കർത്താവിന് മുമ്പിൽ. എഴുന്നേക്കുന്ന ആരുടെ മുമ്പിൽ? കർത്താവിന് മുമ്പിൽ. ഇനി എന്ത് ചിന്തിച്ചാൽ അത് അറിയുന്ന ആരാ? കർത്താവ് അറിയുന്നുണ്ട്. അപ്പോൾ കർത്താവിനോട് നിന്റെ ചങ്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ, ഈ 1 മണിക്കൂർ അവനോട് ചങ്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ അത് കേൾക്കാതിരിക്കുവോ? കേൾക്കും. എന്നിട്ട് പറയുക, എന്റെ നടപ്പും കിടപ്പും അവിടുന്ന് പരിശോധിച്ചറിയുന്നു. എന്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എന്റെ നാവിൽ എത്തുന്നതിനു മുമ്പ് തന്നെ കർത്താവേ അതറിഞ്ഞിരിക്കുന്നു. എവിടെ ഇരുന്ന് കർത്താവേന്ന് വിളിക്കാൻ നീ പ്ലാൻ ചെയ്യും മുമ്പ് ആരറിയും?
കർത്താവ് അറിയും. ഞാൻ എപ്പോഴും ചിന്തിക്കും, മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 45 മുതലുള്ള വചനങ്ങളിൽ ഒരു ബർത്തിമേയുസ് ഈശോ നടന്നു പോകുമ്പോ അവൻ എന്താ വിളിച്ചു പറഞ്ഞേ? ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നൊക്കെ പറഞ്ഞോ? അന്ധയാചകൻ പറഞ്ഞില്ലേ? പറഞ്ഞപ്പോ അവനോട് പറഞ്ഞോ എനിക്ക് കാഴ്ച കിട്ടണമെന്ന്. വിളിച്ചു പറച്ചിലിൽ ഉണ്ടായിരുന്നോ കാഴ്ച കിട്ടണമെന്ന്? ഉണ്ടോ ഇല്ലയോ? ഇല്ല. എല്ലാരും എന്താ കേട്ടെ? എല്ലാരും എന്ത് കേട്ടു? ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് കരഞ്ഞു 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 പറയുന്ന ഒരു ബർത്തിമേയുസിന്റെ സ്വരം മാത്രമേ എല്ലാവരും കേട്ടുള്ളൂ. ആണല്ലോ. എന്നാൽ തമ്പുരാൻ എന്തായിരിക്കും കേട്ടെ? അവന്റെ പ്രാർത്ഥനയാണോ തമ്പുരാൻ കേട്ടെ? അവന്റെ ചങ്കിൽ ഒരു വേദന ഇരിപ്പുണ്ട്. കാഴ്ചയില്ലാത്തതിന്റെ ഒരു വേദന. അതാര് കേട്ടു? കർത്താവ് കേട്ടു. അവന്റെ അധരങ്ങൾ കൊണ്ട് അവൻ പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് അവൻ പറഞ്ഞു വെച്ചപ്പോ അവന്റെ പ്രാർത്ഥന യേശുവിന്റെ ചെവികളിലെത്തുമ്പോ അവന്റെ ചങ്കിലെ വേദനയാ യേശു കണ്ടത്. അവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ അന്ധനാ കർത്താവേ, എന്റെ കണ്ണിന് കാഴ്ചയില്ലെന്ന്. അവൻ ചങ്കിലെ വേദന പറഞ്ഞപ്പോ അവന്റെ അധരങ്ങളിൽ നിന്നൊരു പ്രാർത്ഥനയെ വന്നുള്ളൂ. പക്ഷെ സ്വർഗം കേട്ടു അവന് കാഴ്ച വേണമെന്ന്. അപ്പൊ വചനം എഴുതി വെച്ചിട്ടുണ്ട്, യേശു പെട്ടെന്ന് നിന്നു. വചനം എഴുതിയിരിക്കുന്ന യേശു പെട്ടെന്ന് നിന്നു. ഒരു സെക്കൻഡ് പോലും താമസിയാതെ യേശു പെട്ടെന്ന് നിന്നു. നീ ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് തന്നെ അതറിഞ്ഞ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തമ്പുരാന്റെ മുമ്പിലാ നീ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ സങ്കടപ്പെടണോ? നിങ്ങള് വേണോ? വേദനിക്കണോ? കരയണ്ട. ഇന്നൊരു ഉത്തരം ആര് തരും? ഈശോ തരും. കൗൺസിലിങ്ങിന് വേണ്ടി പോയി ക്യൂ നിൽക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. ഇപ്പൊ 4 തരത്തിൽ നമുക്ക് വേദനകൾ ഉണ്ടെന്നാണ് തമ്പുരാൻ എന്റെ മനസ്സിലൊരു ചിന്ത. 107-ാം സങ്കീർത്തനം വായിച്ചപ്പോ എനിക്ക് തന്ന ഒരു ചിന്ത അതാണ്. 4 തരത്തിൽ വേദനയുള്ള മക്കളെ 107-ാം സങ്കീർത്തനത്തില് കണ്ടുമുട്ടുന്നുണ്ട്. അതിൽ 1-ാമത്തെ അവസ്ഥ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? രാവിലെ തൊട്ട് വേണ്ടു വിചാരമില്ലാതെ ഇറങ്ങി പോകുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പ്രത്യേകത എന്താ? എവിടെയൊരു സ്ഥിരതയുണ്ടോ അവർക്ക്? വീടില്ലാത്ത അവസ്ഥകളുള്ള മക്കളുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇവിടെ എല്ലാവർക്കും വലിയ 2 നില വാർക്ക കെട്ടിടങ്ങളൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. വേറെ ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടം ജനതയുണ്ട്. എത്രമാത്രം പ്രാർത്ഥിച്ചിട്ട് ഉത്തരമില്ല. സഹായം തേടി 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 നടക്കുക. എവിടെ സഹായം കിട്ടും? വചനം എഴുതി വെച്ചിരിക്കുകയാണ്. 107-ാം സങ്കീർത്തനം 4-ാമത്തെ വചനം. വാസയോഗ്യമായ നഗരത്തിലേക്ക് വഴി കണ്ടെത്താതെ ചിലർ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. വിശന്നും ദാഹിച്ചും അവർ വലഞ്ഞു. അപ്പോൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥ, ഉത്തരമില്ലാത്ത അവസ്ഥ. എവിടെ ചെന്ന് മുട്ടിയാലും തകർച്ചകൾ. എത്ര പരീക്ഷ എഴുതാൻ ജയിക്കുന്നില്ല, എത്ര ജോലിക്ക് ശ്രമിച്ചാലും ഒന്നും കിട്ടുന്നില്ല. എപ്പോഴും അലച്ചിലുകൾ മാത്രം, അധ്വാനങ്ങൾ മാത്രം മിച്ചമുള്ള ചില ജീവിതങ്ങൾ. മരുഭൂമിയിൽ അധ്വാനിക്കുന്ന പോലെ വല്ലതും കിട്ടുമോ? മരുഭൂമിയിൽ അധ്വാനിച്ച കിട്ടുമോ? ഇല്ല. വചനം എഴുതി വെച്ചിരിക്കുക, വാസയോഗ്യമായ നഗരത്തിലേക്ക് വഴി കണ്ടെത്താതെ ചിലർ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. വിശന്നും ദാഹിച്ചും അവർ വലഞ്ഞു. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ദൈവജനം എഴുതി വെച്ചിരിക്കുകയാണ് വചനം. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവരുടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു. വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്കു നയിച്ചു. എന്ത് ചെയ്യണം? കർത്താവ് നയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കഷ്ടതയിൽ വിളിച്ചപേക്ഷിക്കണം. എന്ത് ചെയ്യണം? വിളിച്ചപേക്ഷിക്കണം. നീ നനഞ്ഞു നടക്കുന്ന അവസ്ഥയാണോ? നിന്റെ കുടുംബത്തിൽ അലച്ചിലുകൾ മാത്രമേ മിച്ചമുള്ളൂ? പോക്കറ്റിൽ ഒന്നുമില്ലേ? അലഞ്ഞലഞ്ഞ് തകർന്നു ഒരു ഭൂമിയാണോ മുൻപിൽ? നീ വിളിക്കണം. ഈ കഷ്ടതയിൽ നിന്നുകൊണ്ട് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ വാസയോഗ്യമായ സ്ഥലത്തെത്തുവോളം ആര് നിന്നെ പിന്തുടരും? കർത്താവ് നിന്നെ പിന്തുടരും. നിനക്കൊരു ഉത്തരം തരും. 1-ാമത്തെ വ്യക്തികളുടെ അവസ്ഥ അതാ. 2-ാമത് ചില വ്യക്തികളെ കണ്ടുമുട്ടുകയാണ്. അതാണ് 14-ാമത്തെ വചനം തൊട്ട് നമ്മൾ കാണും. അന്ധകാരത്തിൽ നിന്നും മരണത്തിന്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. അതായത് ചില കാര്യങ്ങൾ അടിമപ്പെടുത്തി വെച്ചിരിക്കുക. ഇന്ന് രാവിലെ എന്നെ ഒരു വ്യക്തി വിളിക്കുക, കരയുക. എറണാകുളത്തെ വലിയൊരു ഫാമിലിയാണ്. പേരൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അറിയും.
എല്ലാവരുടെയും മുമ്പിൽ സഭയിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയുന്ന ഒരു അൽമായനാണ്. പക്ഷെ അദ്ദേഹം 8 വർഷമായിട്ട് 10 കോടിയുടെ സ്ഥലം മേടിച്ച തൃപ്പൂണിത്തറ സ്ഥലത്ത് ഒരു വലിയ കാതലായ സ്ഥലം മേടിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ സ്ഥലം വിൽക്കാൻ 10 വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിലും ഇവിടെ കാട്ടുമുക്കിലൊന്നുമല്ല, തൃപ്പൂണിത്തറ ടൗണിൽ സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല. എന്തേലും പ്രശ്നം ഉണ്ടാവുമോ? ഉണ്ടോ? ചില ബന്ധനങ്ങൾ, ചില തടസ്സങ്ങൾ അവരുടെ സ്ഥലത്തിന്റെ മേലുണ്ട്. അത് അഴിയപ്പെടാത്തത് കൊണ്ട് എന്നെ കരയുവാണ് അവര്. ഉണ്ടാക്കിയെടുത്ത ഇമേജ് മുഴുവൻ തീർന്നു. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഇന്ന് വരെ ലോൺ അടച്ചിട്ടില്ല. ഇറങ്ങിപ്പോകേണ്ടി വരും വീട്ടിൽ നിന്ന്. സങ്കടവും വേദനയുമായി കരയുക. സിസ്റ്ററെ, ആളുകളുടെ മുമ്പിൽ നിൽക്കാൻ എനിക്കറിയാം, ഞാൻ അവരുടെ കൂടെ പോയിട്ടുണ്ട്. ഓർക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാ, എപ്പോഴും ഇങ്ങനെ ബസ്സിൽ കയറി യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ അവിടെ അടുത്തൊരു പള്ളിയിൽ ധ്യാനം ചെയ്യാൻ ചെന്ന സമയത്ത് 2-3 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഇത്രയും ദുരിതത്തിലല്ല അവര്. ധ്യാനം ചെയ്യാൻ ചെന്ന സമയത്ത് ഇവര് പറഞ്ഞു, സിസ്റ്ററെ വന്നൊന്ന് കാണണം. ഞങ്ങളുടെ ഒരു സിസ്റ്ററിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഒരാളാണ് ഇവര്. അപ്പൊ ഞാൻ പറഞ്ഞു വരാം. ഞാൻ ശുശ്രൂഷ കഴിഞ്ഞിറങ്ങിയപ്പോ എന്നെ കൊണ്ടുപോകാൻ വന്നു. അപ്പൊ വേറെ കുറെ വീട്ടുകാരും ഉണ്ട്. അവരും, സിസ്റ്ററെ ഞങ്ങൾ സിസ്റ്ററെ കൊണ്ട് ബസ് സ്റ്റോപ്പിൽ വിടാം. അപ്പൊ ആരെങ്കിലും ആശ്രയിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ വീട്ടുകാർ വരുന്നത്. അപ്പൊ ഇവർ ഈ സിസ്റ്ററിന്റെ ബന്ധുക്കളായതുകൊണ്ട് ഞാൻ ഇവരുടെ കൂടെ കാറെ കയറിപ്പോയി. സത്യം പറഞ്ഞാൽ എനിക്കൊരു കാറിന്റെ മോഡൽ അറിയത്തില്ല. ഇവരുടെ കാറ് ബെൻസ് കാറാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ബെൻസ് കാറ് ഞാൻ കയറുന്നത്. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ കാറ്. പക്ഷെ ആളുകൾ പിന്നെ ഒരു വലിയ കമന്റ് പറഞ്ഞു, ആൻമരിയ സിസ്റ്റർ മാരുതി കാറും വിട്ട് ബെൻസ് കാറിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ ഇവിടെ കാറ് നോക്കി. അങ്ങനെയാണ് ആദ്യം ബെൻസ് കാറ് ഞാൻ കാണുന്നത്. അന്ന് അവരുടെ അവസ്ഥ അതായിരുന്നു. ഇന്ന് അവരുടെ അവസ്ഥ ഏറ്റവും പരിതാപകരമാണ്. തകർന്നു കിടക്കും അവര്. രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ബന്ധനത്തിലാക്കപ്പെട്ട ഒരു അവസ്ഥയുണ്ട്. ഇവിടെയും നിനക്കൊരു രക്ഷയുണ്ട്. കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. അവിടുന്ന് അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. എഴുതി വെച്ചിരിക്കുക, അവിടുന്ന് അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. തകർന്നു കിടക്കുന്ന ജീവിതത്തെ, ബന്ധിച്ചിരിക്കുന്ന ജീവിതത്തെ പുറത്തു കൊണ്ടുവരാൻ, ബന്ധനമഴിക്കാൻ പറ്റുന്ന ഒരു കർത്താവിനെ നീ വിളിച്ചപേക്ഷിച്ചാൽ ഉത്തരമുണ്ട് മക്കളെ. ഇരിക്കുന്ന അവന്റെ മുമ്പിലാ. ഞാൻ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. എന്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. മറന്നു പോകരുത്, ഈ 1 മണിക്കൂർ കഴിയുമ്പോ സ്വർഗം അങ്ങനെ ഒരു അനുഭവം എന്റെ മക്കൾക്ക് തരണം. അതാണ് ഈ വചനം ഞാൻ പറഞ്ഞു വെക്കുക. അങ്ങനെ ഏതെങ്കിലും മേഖലകളിൽ കെട്ടുകളോ ബന്ധനങ്ങളുള്ള മക്കൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. വിളിച്ചപേക്ഷിക്കണം. നിന്നെ രക്ഷിക്കാൻ പറ്റുന്ന കർത്താവിന്റെ നാമം നീ വിളിച്ചപേക്ഷിക്കണം. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 52 മുതൽ വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. കുഴിയുടെ അടിയിൽ നിന്ന് കർത്താവേ, അങ്ങയുടെ നാമം ഞാൻ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ അടുത്ത് വന്നു. ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് എന്നോട് പറഞ്ഞു. കുഴിയിലാണോ നീ? തകർച്ചയിലാണോ? ബന്ധനത്തിലാണോ? കെട്ടിലാണോ? ഇന്ന് വിളിച്ചപേക്ഷിക്കണം. ആരേ സഹായമുള്ളൂ? ആരേ സഹായമുള്ളൂ? ദൈവം. ആ കർത്താവെല്ലാം കാണുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. എല്ലാം കാണുന്നുണ്ട്. എനിക്ക് സഹായം കർത്താവ് മാത്രമേ ഉള്ളൂ. 3-ാമത്തെ അവസ്ഥ, ഒരു മനുഷ്യന്റെ 3-ാമത്തെ അവസ്ഥ രോഗത്തിന്റെ കെട്ടുകളാണ്. രോഗത്തിന്റെ പീഡ. വചനം പറഞ്ഞു വെക്കുകയാണ്, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അവർ എല്ലാ ഭക്ഷണത്തെയും വെറുത്തു. അവർ മുത്തു കവാടങ്ങളെ സമീപിച്ചു. രോഗം കാരണം ശരിയായ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല. മരണത്തോളം എത്തി നിൽക്കുന്ന ജീവിതങ്ങൾ. ജീവിതം ഒന്നും ആസ്വദിക്കാൻ പറ്റാതെ, സുഖസൗകര്യങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റാതെ രോഗം കീഴടക്കി വെച്ചിരിക്കുന്ന ചില ജീവിതങ്ങൾ വചനം എഴുതി വെച്ചിരിക്കുകയിൽ. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സൗഖ്യപ്പെടുത്തി. രോഗമുള്ള മക്കൾ ഭാരപ്പെടണോ? വേണോ? വേണ്ട. തകർച്ചയിൽ കിടക്കുന്നവർ ഭാരപ്പെടണോ? അലഞ്ഞുതിരിയുന്നവർ ഭാരപ്പെടണോ? വേണ്ട. ബന്ധത്തിലായിരിക്കുന്നവർ ഭാരപ്പെടണോ? വേണ്ട. കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ നിന്നെ സൗഖ്യപ്പെടുത്തും. ഈ വലിയ തമ്പുരാൻ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, ഇതൊക്കെ എന്നെയും നിങ്ങളെയും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്.
ഞാനും നിങ്ങളുമൊക്കെ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ ഓരോ ജീവിതങ്ങളിലുമുണ്ട്. ഭയപ്പെടേണ്ട കാര്യമില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട നാമം ഏത് നാമം? ഏത് നാമം? യേശുനാമം. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. റോമ 10:13 വചനം എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. വചനം പറഞ്ഞേ, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, കഷ്ടതയിൽ നിന്ന് അവിടുന്ന് എന്നെയും നിങ്ങളെയും രക്ഷിക്കും. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സന്തോഷമില്ലാത്ത അവസ്ഥയുണ്ടാകും. ചിലപ്പോൾ മനസ്സിന്റെ വലിയ ദുഃഖം, എത്രയൊക്കെ സുഖ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും മനസ്സിൽ ദുഃഖം അനുഭവിക്കുന്ന ജീവിതങ്ങൾ കാണും. സന്തോഷമില്ലാത്ത ജീവിതങ്ങൾ പുറമെ എല്ലാം ഉണ്ട്. ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ജീവിതങ്ങൾ ഉണ്ടാകും. അവരെന്ത് ചെയ്യണം? ആരെ വിളിച്ചപേക്ഷിക്കണം? കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. നമ്മുടെ മനസ്സിന്റെ നൊമ്പരങ്ങൾ മായ്ക്കാൻ പറ്റുന്നവൻ ആരാ? കർത്താവ്. ഇതിനെല്ലാം ഉത്തരമായി ഒറ്റ ഒരാളേ ഉള്ളൂ. അതാരാ? ഈശോ. ശരീരത്തിന്റെ വേദനകളെ ശരീരത്തിൽ പീഡ സഹിച്ച് ഏറ്റെടുത്തത് ആരാ? ഈശോ. ഇപ്പോൾ രോഗിക്കുന്ന സൗഖ്യമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. എന്റെയും നിങ്ങളുടെയും ജീവിതം പാപത്തിന്റെ കെട്ടുകൾ കൊണ്ട് തകർന്നു കിടക്കുവാണെങ്കിൽ നിന്നെ രക്ഷിക്കാൻ ആരാ കുരിശിൽ മരിച്ചേ? യേശു. അപ്പോൾ ഇന്ന് അവർക്കൊരു അനുഗ്രഹമുണ്ടോ? വിടുതലുണ്ടോ? ഇന്ന് സൗഖ്യമുണ്ടോ നിനക്ക്? അനുഗ്രഹമുണ്ടോ നിനക്ക്? എന്റെയും നിങ്ങളുടെയും ജീവിതം തകർന്ന് തരിപ്പണമായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ ഇറങ്ങി വരുവോ കർത്താവ്? വരുവോ? വരുവോ ഇല്ലയോ? വരും. വിളിച്ചപേക്ഷിക്കണം. എന്ത് ചെയ്യണം? വിളിച്ചപേക്ഷിക്കണം. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞേ, കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. ഉറക്കെ പറ, കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. ഇനി ഈ കർത്താവ് എന്നെ കാണുന്ന കർത്താവാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞോ? ഓർക്കുന്നുണ്ടോ? എന്നെ കാണുന്ന കർത്താവാണ്. ഇനി ഈ പ്രത്യേകത കൂടിയുണ്ട് കർത്താവിന്. എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന കർത്താവാണ്. ആണോ? തമ്പുരാൻ അധ്വാനിക്കുമോ നമുക്ക് വേണ്ടി? അധ്വാനിക്കുമോ ഇല്ലയോ? അധ്വാനിക്കുമെന്ന് പറയുന്നവരൊന്ന് കൈപൊക്കിക്ക്. ഓ, കർത്താവിനെ ഈ ചെറിയ പണി, തൂമ്പ പറമ്പിലെടുത്ത് കളയ്ക്കാനുള്ള പണിയൊക്കെ കർത്താവിനെ ഏൽപ്പിച്ചാൽ എങ്ങനെ തൂമ്പ പിടിക്കാനാ കർത്താവിന്? നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയരുത്. ചിലർക്ക് വിശ്വാസമില്ല. കൈ തത്തിക്കോ. ഞാൻ പറയും, ആരധ്വാനിക്കും? കർത്താവ് അധ്വാനിക്കും. എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് അധ്വാനിച്ചിരിക്കും. അതിലൊരു വചനം പറഞ്ഞു വെച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായത്തിൽ 4-ാമത്തെ വചനം ശ്രദ്ധിച്ചു കേട്ടോണം. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ പറ്റി ആരും കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ പറ്റി ആരും കാണുകയോ ചെയ്തിട്ടില്ല. എന്താണ് വചനം? തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന കർത്താവ്. അധ്വാനിക്കുമെന്ന് ഞാൻ ചോദിച്ചില്ലേ? അപ്പൊ കർത്താവ് അധ്വാനിക്കുമോ? അധ്വാനിക്കുമോ? എനിക്കൊരു പരീക്ഷ എഴുതാനുണ്ട്. കർത്താവ് പോയി പരീക്ഷ എഴുതുമോ? എഴുതുമോ പിള്ളേരെ? ഇല്ല, എഴുതുവേല. പരീക്ഷ കർത്താവ് എനിക്ക് വേണ്ടി, എന്റെ പരീക്ഷയിൽ കർത്താവ് എനിക്ക് വേണ്ടി അധ്വാനിക്കുമെന്ന് ബോധ്യമുള്ള കുഞ്ഞുങ്ങളൊന്ന് കൈപൊക്കിക്കും. കുറച്ചു പേരൊക്കെയുണ്ട്, കുറച്ചു പേർക്ക് ഒരു ബോധ്യമില്ല. കൈ താത്തിക്കോ. കർത്താവ് നമുക്ക് വേണ്ടി അധ്വാനിക്കും. നമ്മുടെ കാര്യങ്ങളെല്ലാം ഈശോ ചെയ്തു തരും. എന്നെ അത് ഈശോ പഠിപ്പിച്ച ചില കാര്യങ്ങൾ. നമ്മുടെ വിശ്വാസം ചെറുതായിരിക്കും ചിലപ്പോ, പക്ഷെ നമ്മൾ അധ്വാനിച്ചാൽ ഈശോ ഇടപെടും. ഞാൻ അങ്ങനെ ചിന്തിക്കാൻ ഒരു കാരണമുണ്ട്. ഞാനിങ്ങനെ ശുശ്രൂഷയുടെ ഒരു 2ാം വർഷം കഴിഞ്ഞപ്പോ ആരോ പറഞ്ഞത് കേട്ട്, ഈ ഭാഗം ഒന്നുമല്ല കേട്ടോ, ഞങ്ങളുടെ സീറോ മലബാർ തന്നെ പള്ളിയിൽ ഒരു സ്ഥലത്ത് ധ്യാനത്തിന് വിളിച്ചു. അപ്പൊ സത്യത്തിൽ അവിടെയുള്ള ആളുകൾക്ക് ആർക്കും എന്നെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ഒരു സിസ്റ്റർ, സ്വാഭാവികമായി സിസ്റ്റർമാരെ ധ്യാനത്തിന് വരിക എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിലൊരു മുഷിപ്പുണ്ട്. അപ്പോ ആ പള്ളിയിലെ ഏതോ ഒരു ചേട്ടൻ എവിടെ ഒരു ക്ലാസ് കെട്ടിട്ടാണ് ചെന്ന് വികാരിയച്ഛനോടും പറഞ്ഞു, കമ്മിറ്റിക്കാരോടും പറഞ്ഞു, ആ സിസ്റ്ററിന്റെ ധ്യാനം നമുക്ക് ഈ വർഷം വാർഷിക ധ്യാനമായിട്ട് വെക്കണം.
ഉടനെ അച്ഛനും കമ്മിറ്റിക്കാരും പറഞ്ഞു ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ ആ കമ്മിറ്റിയിൽ ഒത്തിരി വലിയ ഇങ്ങനെ മുൻപന്തിയിൽ ഒത്തിരി വലിയ പണക്കാരനായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ചേട്ടൻ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. ഈ ചേട്ടൻ ഒരു വിധത്തിൽ അങ്ങ് ദഹിക്കുന്നില്ല. അച്ഛൻ എന്തായാലും ഈ മനുഷ്യൻ പറഞ്ഞത് കേട്ടു, അധ്വാനിച്ചു. അച്ഛൻ എല്ലാവരോടും പറഞ്ഞു ഇടവക ധ്യാനം തുടങ്ങും. ധ്യാനം തുടങ്ങുന്ന 1-ാം ദിവസം ഞാൻ കോളേജ് വിട്ട് വൈകുന്നേരം 5:30 ചെന്നു, 6:30 ചെന്നപ്പോഴേക്കും. അപ്പൊ ഈ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട് സമയത്ത് 6 മണിക്ക് വന്നില്ലെങ്കിൽ ധ്യാനം ബുദ്ധിമുട്ടാകും. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര പേടിയായി. അപ്പൊ ഈ ധ്യാനത്തിന്റെ സമയത്ത് ഞാൻ കയറി ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോ ചേട്ടൻ അകത്തിരിക്കുന്നില്ല. വെരുക പോലെ ചേട്ടൻ പുറകോട്ടോട്ട് ഇറങ്ങി. ചേട്ടൻ ഇങ്ങനെ ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോ എനിക്ക് അവിടെ കാണാലോ. അപ്പൊ ചേട്ടൻ ഇങ്ങനെ അങ്ങോട്ട് നടക്കുന്നു, ചേട്ടൻ ഇങ്ങോട്ട് നടക്കുന്നു. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾ ചേട്ടൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ധ്യാനം കഴിഞ്ഞ് 1-ാം ദിവസം 3 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോ അച്ഛനുണ്ട്, സിസ്റ്റേഴ്സിന് കുറെ പേരുണ്ട്, കുറെ ആൾക്കാർ നിൽപ്പുണ്ട്. ഇവരെല്ലാം എന്നോട് വർത്താനം പറയും. ഉടനെ ഈ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ ഈ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ വിശ്വസിക്കണമെങ്കിൽ എന്റെ മനസ്സിൽ 3 കാര്യങ്ങളുണ്ട്. ഈ 3 കാര്യവും സിസ്റ്റർ അക്കമിട്ട് എന്നോട് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം, അല്ലാതെ ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. എന്റെ പൊന്നു തമ്പുരാൻ, ഒരു മനുഷ്യന്റെ മനസ്സിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതിൽ 3 കാര്യം ഇയാൾ ഉദ്ദേശിച്ച് ഞാൻ എങ്ങനെ തിരിച്ചറിയാനാ? ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇവരുടെ മുമ്പ് അച്ഛനെ കൊണ്ട് വെച്ച് എന്നെ വെല്ലുവിളിക്കും. ഞാൻ അന്ന് പിറ്റേ ദിവസം രാവിലെ 4 മണിക്ക് ഞാൻ കോളേജിൽ പോയി. അപ്പൊ ഞാൻ ഈ ചേട്ടനോട്, ചേട്ടാ നമ്പർ തന്നേരെ, ഈശോ വല്ലതും പറഞ്ഞെങ്കിൽ ഞാൻ ചേട്ടന് മെസ്സേജ് അയച്ചേക്കാം. അന്ന് എനിക്ക് പ്രാക്ടിക്കൽ എക്സാം ആണ്. പള്ളിയിൽ പോലും ഇരുന്ന് പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഞാൻ ഈ ചേട്ടനെ വിളിച്ചുമില്ല, മെസ്സേജും അയച്ചില്ല. വൈകുന്നേരം 6 മണിക്ക് ഞാൻ വരികയാണ്. ഞാൻ വന്നപ്പോ ചേട്ടൻ ഇങ്ങനെ എന്നെ നോക്കി നിൽക്കുകയാണ്. ഒന്നും കിട്ടിയില്ല അല്ലേ സിസ്റ്ററെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും കിട്ടിയില്ല ചേട്ടാ എന്ന് ഞാൻ എളിമയോടെ തന്നെ പറഞ്ഞു. ഞാൻ അന്ന് ധ്യാനം കഴിഞ്ഞപ്പോ വൈകുന്നേരം ഈ മനുഷ്യൻ വീണ്ടും വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ എന്തൊക്കെ പറഞ്ഞാലും, എത്ര പേരുടെ പേര് സഹിതം അനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞാലും ഇതൊന്നും എന്റെ അടുത്ത് വിലപ്പോകില്ല കേട്ടോ സിസ്റ്ററെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈശോട് പറഞ്ഞു, ഈശോയെ എനിക്ക് വേണ്ട നീ അധ്വാനിക്കുന്നു, ഒരു ദിവസമുള്ളൂ സമയം. പിറ്റേ ദിവസം രാവിലെ ഞാൻ കോളേജിൽ പോയി ഞാൻ വന്നപ്പോ 6 മണിയായി. എന്റെ കൂടെ വേറെ സിസ്റ്ററുണ്ട്. ഞാൻ ആ സിസ്റ്ററിനെ ടോക്ക് എടുക്കാൻ കയറ്റി. അപ്പൊ ഈ ചേട്ടൻ ഇങ്ങനെ എന്നെ നോക്കി നിൽക്കുക. ചേട്ടൻ പള്ളിക്കകത്ത് കയറത്തില്ല. അപ്പൊ ചേട്ടൻ ഇങ്ങനെ എന്നെ നോക്കി നിൽക്കുവോ. ഉടനെ ചേട്ടൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ വല്ലതും കിട്ടിയോ? ഇപ്പോഴും ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ല. ചേട്ടൻ ഫ്രീ ആണെങ്കിൽ മുകളിലത്തെ മുറി വാ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഞാൻ ചേട്ടനോട് പറയാം. അപ്പൊ ഈ മനുഷ്യൻ വലിയ കൊട്ടുസൂട്ടൊക്കെ ഇട്ട മനുഷ്യനാണ്. എന്റെ പുറകെ ഇങ്ങനെ ഞാൻ മുമ്പിൽ പോകുന്ന ചേട്ടൻ പുറകെ ഓരോ സ്റ്റെപ്പും അടിയടി എന്റെ ചങ്കലടിക്കുവാണ്. ഷൂസ് ഇട്ടാണ് ചേട്ടൻ ഈ ചെരുപ്പ് ഇട്ട് കയറി വരുന്നത്. എനിക്ക് പേടിയുണ്ട്. ഞാൻ ഈ മനുഷ്യന്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് വേണ്ടി ഈ മണിക്കൂർ നീ അധ്വാനിക്കണം. ഞാനിവിടെ പറഞ്ഞ ഒരു വചനവും പാഴായി പോയിട്ടില്ലെന്നും നിനക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞതെന്നും നീ ഇന്ന് വെളിപ്പെടുത്തിയേ പറ്റൂ. അധ്വാനിക്കണം എനിക്ക് വേണ്ടി. പ്രിയപ്പെട്ടവരെ, അവിടെ ചെന്നിരുന്ന് കൈകൾ കുട്ടിപ്പിടിച്ച് കണ്ണടച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോ തമ്പുരാൻ 1, 2, 3 അക്കമിട്ട് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഈ മനുഷ്യൻ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്നത് അത് അക്കമിട്ട് പേര് സഹിതം ഈശോ എനിക്ക് അങ്ങ് വെളിപ്പെടുത്തി തന്നപ്പോ ആ മേശപ്പുറത്തേക്ക് കമന്ന് കിടന്ന ഒരു കൊച്ചു കുഞ്ഞ് കരയുന്ന പോലെ വാവിട്ട് കരഞ്ഞിട്ട് ധ്യാനം കഴിഞ്ഞിറങ്ങി വന്ന് അച്ഛന്റെ സിസ്റ്ററുടെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റി. ഈ വർഷവും കഴിഞ്ഞ വർഷവും ആ പള്ളിയിൽ വാർഷിക ധ്യാനം നടത്തിയ ആള് ഞാന്. ചേട്ടനാ മുൻപന്തിൽ നിന്നത്. ആ ചേട്ടൻ അന്ന് 1-ാം ദിവസം വെല്ലുവിളിച്ചായിരുന്നു, സിസ്റ്ററെ ഒരു ഹല്ലേലൂയ എന്നെ കൊണ്ട് പറയിപ്പിക്കാമെങ്കിൽ സിസ്റ്ററിനെ ഞാൻ അല്ലെങ്കിൽ സിസ്റ്ററിനെ ഇങ്ങനെ വിളിച്ചോളാൻ പറഞ്ഞായിരുന്നു. ആ ചേട്ടനാ 2-ാം വർഷം ഞാൻ ചെന്നപ്പോ എന്റെ പള്ളിയിൽ ആ പള്ളിയിൽ ചേട്ടനാ പാട്ടുപാടിയതും ഹല്ലേലൂയ പറഞ്ഞ ജനത്തെ സ്തുതിപ്പിച്ചു. നിങ്ങൾ വിശ്വസിക്കുവോ? പാലാരൂപതയിലെ പള്ളിയിലെ കാര്യമോ ഞാൻ ഇത് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് വേണ്ടി എന്റെ തമ്പുരാൻ അധ്വാനിക്കും. എനിക്കറിയില്ലാത്തതും എന്റെ കുറവുകളിലും എന്റെ വേദനകളിലും എന്റെ തകർച്ചകളിലും വഴിയില്ലാത്ത അവസ്ഥയിലും അലച്ചിലും രോഗപീഠയിലും അധ്വാനിക്കാൻ ഒരുത്തൻ കൂടെയുണ്ട്. അതാണ് യേശുക്രിസ്തു. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ പറ്റി ഞാൻ കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ പറ്റി ഞാൻ കാണുകയോ ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി അധ്വാനിക്കും. ചെറുതായിട്ടല്ല, വലുതായിട്ട് അധ്വാനിക്കും. ഒറ്റ കാര്യം ചെയ്യണം,
മനസ്സ് ചേർത്ത് വെച്ച് അവനെ വിളിച്ചപേക്ഷിക്കണം.